നമസ്കാരം. നമുക്ക് എന്തു വില കൊടുത്തും നമ്മുടെ രാജ്യത്തെ രക്ഷിച്ചേ പറ്റൂ. നമുക്ക് നമ്മുടെ ജനങ്ങളുടെ സുരക്ഷ, രാജ്യത്തിന്റെ സുരക്ഷ ഉറപ്പാക്കിയേ പറ്റൂ. ജനങ്ങൾ തിരഞ്ഞെടുത്തു വിട്ട സർക്കാരിന് അതിന് ഉത്തരവാദിത്വമുണ്ട്. അത് കൃത്യമായ ഏകോപനത്തോടെ ചെയ്യുകയും ചെയ്യും. വേറെ ആരുടെയും കാര്യമല്ല പറയുന്നത്, അമിത്ഷാ എന്ന മോട്ടാഭായിയുടെ കാര്യമാണ്. അദ്ദേഹം അടങ്ങിയിരിക്കുകയല്ല. ഈ പെഹൽഗാം ആക്രമണം ഉണ്ടായതിനു ശേഷം, അതിന്റെ പ്രത്യാക്രമണവും മറ്റു കാര്യങ്ങളും ഒക്കെ ഉണ്ടായതിനു ശേഷം കൃത്യമായി കാര്യങ്ങൾ ഇവിടെ ഏകോപിപ്പിക്കുകയാണ്. നമ്മൾ ഛത്തീസ്ഗഡിലും ഒക്കെ തന്നെ കണ്ടു. ഏത് ഭീകരവാദം ആയാലും, അത് കമ്മ്യൂണിസ്റ്റ് ഭീകരവാദമായാലും, മുസ്ലിം മത ഭീകരവാദമായാലും, സിഖ് ഭീകരവാദമായാലും ഒക്കെ തന്നെ മോട്ടാഭായ് കാര്യങ്ങളൊക്കെ അറിയുന്നുണ്ട്, കാര്യങ്ങളൊക്കെ തന്നെ ചെയ്യുന്നുണ്ട്. നമുക്ക് നമ്മുടെ രാജ്യത്തെ രക്ഷിക്കാതെ വേറെ മാർഗമില്ലല്ലോ. നക്സലിസം എന്ന പേരിൽ അറിയപ്പെടുന്ന കമ്മ്യൂണിസ്റ്റ് ഭീകരതയുടെ അടിവേര് അറുത്തി നമുക്ക് പറ്റൂ. ആ ഒരു അവസ്ഥ നമുക്ക് ഈ കമ്മ്യൂണിസ്റ്റ് ഭീകരത ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ സാധിക്കില്ല. അടിവേര് അറത്തിരിക്കുകയാണ് സത്യം പറഞ്ഞാൽ നമ്മുടെ രാജ്യം ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. ഭാരതത്തിനകത്ത് മറ്റൊരു രാജ്യം പോലെയായിരുന്നു നക്സൽ ബാധിത പ്രദേശങ്ങൾ. ഇന്ത്യയിൽ ഏതാണ്ട് 126ഓളം ജില്ലകളിൽ അവരുടെ നിയമങ്ങളും അവരുടെ ഭരണവും ഒക്കെ ആയിരുന്നു കഴിഞ്ഞ 55 വർഷങ്ങളായി നിലനിന്നിരുന്നത് എന്ന് മാധ്യമ പ്രവർത്തകനും പ്രവാസി മലയാളിയുമായ രഞ്ജിത്ത് ഗോപാലകൃഷ്ണൻ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഇസ്ലാമിക ഭീകര ആക്രമണങ്ങളിൽ ഉണ്ടായതിനേക്കാൾ ആൾനാശം കമ്മ്യൂണിസ്റ്റ് ഭീകര ആക്രമണങ്ങൾ കാരണം ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ 2 പതിറ്റാണ്ടുകളിൽ തന്നെ ഏതാണ്ട് 6258 സാധാരണക്കാരാണ് കമ്മ്യൂണിസ്റ്റ് ഭീകര ആക്രമണത്തിൽ ഇന്ത്യയിൽ കൊല്ലപ്പെട്ടത് എന്നറിയുമ്പോഴാണ് അതിന്റെ ഭീകരത നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കമ്മ്യൂണിസ്റ്റ് ഭീകരതയിൽ രക്തസാക്ഷികൾ ആയ സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ എണ്ണം ഏതാണ്ട് 9000-ലധികം എങ്കിലുമുണ്ട് എന്നാണ് ഏകദേശ കണക്ക്. ഇന്ത്യയുടെ ജനാധിപത്യം അട്ടിമറിച്ച് കമ്മ്യൂണിസ്റ്റ് ഏകാധിപത്യ രാജ്യം സ്ഥാപിക്കാൻ 48 മുതൽ ശ്രമങ്ങൾ നടന്നു വരികയാണ്. 48-ൽ ഇന്ത്യയിൽ വിപ്ലവം നടത്താൻ ശ്രമിച്ചപ്പോൾ സർദാർ വല്ലഭായ് പട്ടേൽ അതിനെ അടിച്ചമർത്തി. പിന്നീട് 67-ൽ ഒളിപ്പോര് തുടങ്ങി. അതാണ് ശക്തി പ്രാപിച്ച് ഒരു കാലത്ത് ഇന്ത്യയുടെ ഏതാണ്ട് 30% വരെ നിയന്ത്രിക്കുന്ന, അല്ലെങ്കിൽ 30% പ്രദേശങ്ങൾ വരെ നിയന്ത്രിക്കുന്ന നിലയിൽ എത്തിയത്. കമ്മ്യൂണിസ്റ്റ് ഭീകരത കാരണം ഇന്ത്യയുടെ 9ഓളം സംസ്ഥാനങ്ങളിൽ, പ്രത്യേകിച്ച് ഗ്രാമങ്ങളിൽ വികസന പ്രവർത്തനങ്ങൾ കഴിഞ്ഞ 50 വർഷത്തോളം എത്തിയതേയില്ല. നല്ല ഒരു റോഡ് പണിതാൽ പോലും അത് ബൂർഷ്വാ മുതലാളിമാരുടെ ഉൽപ്പന്നങ്ങൾ കൊണ്ടുപോകാൻ വേണ്ടി നിർമ്മിക്കുന്ന റോഡുകൾ ആണെന്ന് പറഞ്ഞ് അത് തകർക്കുന്ന മാനസിക രോഗികൾ ആയിരുന്നു ഈ കമ്മ്യൂണിസ്റ്റ് ഭീകരവാദികൾ. കമ്മ്യൂണിസ്റ്റ് ഭീകരത, കഴിഞ്ഞ ദിവസം കമ്മ്യൂണിസ്റ്റ് ഭീകരത ഇവിടെ ഇങ്ങനെ നടമാടിക്കൊണ്ടിരുന്നപ്പോൾ അതിനെയൊക്കെ തൃണവത്ഗണിച്ചുകൊണ്ട്, അതിനെയൊക്കെ ചവിട്ടി അരച്ചുകൊണ്ട് മുന്നേറിയ ഇന്ത്യൻ ഭരണ സംവിധാനത്തെ അപലപിച്ചുകൊണ്ട് അതിനെതിരെ ഒക്കെ തന്നെ CPM-ന്റെ പോളിറ്റ് ബ്യൂറോ ഒക്കെ പ്രസ്താവന ഇറക്കിയത് നമ്മൾ കണ്ടതാണ്. ആദിവാസി പിന്നാക്ക മേഖലകളിൽ വികസനം നടത്താൻ കമ്മ്യൂണിസ്റ്റ് ഭീകരർ അനുവദിച്ചിരുന്നില്ല. ആദിവാസികൾക്കും പിന്നോക്ക വിഭാഗങ്ങൾക്കുമുള്ള സർക്കാർ ആനുകൂല്യങ്ങളും ഭക്ഷ്യവസ്തുക്കളും കമ്മ്യൂണിസ്റ്റ് ഭീകരർ ബലം പിടിച്ച് കടത്തിക്കൊണ്ടുപോകും. കാരണം അവർക്കിടയിൽ വിദ്യാഭ്യാസമോ മറ്റു കാര്യങ്ങളോ വന്നു കഴിഞ്ഞാൽ ഇവർക്ക് പ്രവർത്തിക്കാൻ സാധിക്കില്ല എന്നതാണ് മറ്റൊരു കാര്യം. അതേസമയം ഇവരെ നിയന്ത്രിച്ചിരുന്ന നേതാക്കളെല്ലാം അധ്യാപകരായും മാധ്യമ പ്രവർത്തകരായും ബുദ്ധിജീവികളായും എഴുത്തുകാരും സാംസ്കാരിക നായകരായുമെല്ലാം ഇന്ത്യയുടെ നഗരങ്ങളിൽ ആർഭാട ജീവിതം നയിച്ചു പോന്നിരുന്നു. ഹമാസ് തീവ്രവാദികൾ പാലസ്തീനിൽ ചെയ്യുന്നത് പോലെ തന്നെ. ഇത് ഇസ്ലാമിക ഭീകരത, അത് ഹമാസ് ഭീകരത, ഇത് കമ്മ്യൂണിസ്റ്റ് ഭീകരത, വ്യത്യാസമൊന്നുമില്ല, എല്ലാം ഭീകരന്മാർ തന്നെ. അങ്ങനെ ഈ പോസ്റ്റ് അതിന്റെ വിശദാംശങ്ങളൊക്കെ തന്നെ പറയുന്നുണ്ട്. ചുവപ്പ് ഭീകരത ഏറെക്കുറെ പൂർണ്ണമായി നമ്മൾ തുടച്ച് നീക്കിക്കഴിഞ്ഞു. 2026 മാർച്ച് ആകുമ്പോൾ ഒരു കനൽത്തരി പോലും ശേഷിക്കാതെ കമ്മ്യൂണിസ്റ്റ് ഭീകരതയെ ഇന്ത്യയിൽ നിന്ന് പൂർണ്ണമായി തുടച്ചു നീക്കും എന്നാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ളത്. പ്രത്യേകിച്ചും അമിത്ഷാ പ്രഖ്യാപിച്ചിട്ടുള്ളത്. പ്രഖ്യാപിച്ച കാര്യമൊക്കെ നടത്തിയെടുത്ത ചരിത്രമേ അദ്ദേഹത്തിനുള്ളൂ. 50-55 വർഷങ്ങളായി കമ്മ്യൂണിസ്റ്റ് ഭീകരത കാരണം വികസനമില്ല. വികസനം പോകാത്ത ഒരുപാട് സംസ്ഥാനങ്ങൾ ഇപ്പോഴുമുണ്ട്. സത്യത്തിൽ ഓപ്പറേഷൻ സിന്ദൂറിലെ വിജയം പോലെ, അല്ലെങ്കിൽ അതിലും ഉപരിയായി നമ്മൾ ആഘോഷിക്കേണ്ട നേട്ടമാണ് ഈ കമ്മ്യൂണിസ്റ്റ് ഭീകരതയ്ക്കെതിരായ നീക്കങ്ങൾ, അതിന്റെ വിജയം. കഴിഞ്ഞ 55 വർഷത്തെ കമ്മ്യൂണിസ്റ്റ് ഭീകരതയെ വെറും 10 വർഷം കൊണ്ട് തുടച്ചു നീക്കുക എന്നത് ഒരു ചെറിയ കാര്യമല്ല. കേന്ദ്ര സർക്കാരിനും കേന്ദ്ര ആഭ്യന്തര വകുപ്പിനും, പ്രത്യേകിച്ച് അമിത്ഷാ എന്ന ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രിക്കും നന്ദിയും അഭിനന്ദനങ്ങളും ഒക്കെ അറിയിച്ചുകൊണ്ടാണ് രഞ്ജിത്ത് ഗോപാലകൃഷ്ണൻ ഈ പോസ്റ്റ് അവസാനിപ്പിക്കുന്നത്. നക്സലിസം വിൽ ബി വൈപ്ഡ് ഔട്ട് ഫ്രം ഇന്ത്യ ബൈ മാർച്ച് 2026 അമിത്ഷാ എന്നുള്ള പ്രസ്താവനയുടെ ഒരു ചിത്രവും കൂടെ എത്തിയിരിക്കുന്നു. തീർച്ചയായിട്ടും ഇത് പണ്ടേ സംഭവിക്കേണ്ട കാര്യമാണ്. കമ്മ്യൂണിസ്റ്റ് ഭീകരത ഇവിടുന്ന് എന്നേ തുടച്ചു നീക്കപ്പെടേണ്ടതാണ്. പക്ഷേ ഇവിടെ 60 കൊല്ലത്തോളം ഭരിച്ചിരുന്ന കോൺഗ്രസും കോൺഗ്രസിന്റെ റാൻമൂളികളും കോൺഗ്രസിന്റെ വാല് പിടിച്ച് നടക്കുന്നവരും കാലുകഴുകി വെള്ളം കുടിക്കുന്ന കുറെ ആളുകളും ഒക്കെ ചേർന്ന് ഇവിടെ കമ്മ്യൂണിസ്റ്റ് ഭീകരതയെ വളരാൻ അനുവദിക്കുകയായിരുന്നു. ഇനി അത് നടപ്പില്ല. 2026 മാർച്ച് മാസത്തോടുകൂടി ഏതാണ്ട് 1 വർഷം എന്ന് നമുക്ക് കണക്കാക്കാം. കമ്മ്യൂണിസ്റ്റ് ഭീകരത, ഇവന്റെ മാവോയിസം, അവന്റെ
മറ്റേ നക്സലിസം എല്ലാം ഇവിടുന്ന് തുടച്ചു നീക്കപ്പെടും. നക്സലിന്റെ ന എന്നൊരക്ഷമോ മാവോയിസ്റ്റിന്റെ മ എന്നൊരക്ഷമോ മിണ്ടിയാൽ നീയൊക്കെ വിവരമറിയും എന്നുള്ള കാര്യം കമ്മ്യൂണിസ്റ്റ് ഭീകരവാദികളെ പിന്തുണയ്ക്കുന്ന ഇവിടുത്തെ MA ബേബിയെയും ഗോവിന്ദൻ മാഷിനെയും പിണറായി വിജയൻ പോലുള്ള സഖാക്കളെയും അതുപോലെ CPIയുടെ വിനോയ് വിശ്വം പോലുള്ള സഖാക്കളെയും ഒക്കെ ഈ വിവരം ഒന്ന് അറിയിക്കുന്നു. മാവോയിസവും കമ്മ്യൂണിസവും കമ്മ്യൂണിസ്റ്റ് ഭീകരതയുമായിട്ട് ഇതുവഴി വന്നു കഴിഞ്ഞാൽ നല്ല വിവരമറിയും, നല്ല അടികിട്ടും, ആജീവനാന്തം അകത്ത് കിടക്കും, വെടിവെച്ച് കൊല്ലപ്പെടും എന്നുള്ള കാര്യം കൂടി ഒന്ന് ഓർത്താൽ നന്നായിരിക്കും. ഇവിടെ ഒരു ഭീകരതയും വളരാൻ അനുവദിക്കില്ല. നമുക്ക് നമ്മുടെ രാജ്യത്തെ രക്ഷിച്ചേ പറ്റൂ. നമ്മുടെ രാജ്യത്തെ ജനങ്ങളെ സുരക്ഷിതമായി ജീവിക്കാൻ അനുവദിച്ചേ പറ്റൂ. അത് ചെയ്തിരിക്കും 100 വട്ടം.